തുടങ്ങി നേരെ വിളിക്കുമ്പോ തന്നെ കുപ്പി അന്വേഷിച്ചിട്ടുള്ള ആൾക്കാരുടെ വരവ് ആവശ്യങ്ങള്. എടാ കൈ വിറച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ലടാ. അതിന് നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ എടുത്തേ. ഇവിടെ കുപ്പിയൊന്നുമില്ല. നിന്റെ അപ്പനാന്ന് വിചാരിച്ചെങ്കിലും ഒരു കുപ്പി കൊണ്ടടാ. പാപ്പൊന്ന് പോയാ പറഞ്ഞു എന്താ ബീവറേജാ കൊണ്ടടാ, ഒരു കുപ്പി കൊണ്ടടാ. പാപ്പ ഇവിടെ കുപ്പിയും കോപ്പൊന്നും ഇല്ലാന്ന്. ആഹാ, നീയൊക്കെ നശിച്ചു പോവുള്ളടാ. തമ്പുരാനാണെ നീയൊക്കെ നശിച്ചു പോവും. വെള്ളം കിട്ടാതെ ചത്തു പോടാ. ഇറങ്ങി പോവാ പറഞ്ഞു. നീയൊക്കെ ഗേജി കിട്ടാതെ നാട്ടുകാരുടെ പ്രാക്കം മേടിച്ചു പിടിച്ച് എല്ലാം തല്ലി പൊളിക്കടാ. നീ നിന്റെ ഒരു ഒടുക്കത്തെ ഒരു കുപ്പി. താടി മുടി വെച്ച മൈത്താന്റെ വരെ പിടിക്കാം. മദ്യം കൊണ്ട് പറ്റാ 10 കുപ്പി മദ്യാണ് മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ. നമ്മുടെ ദുർബലൻ എടുക്കാൻ പോയണേ. ചേട്ടായിടെ പൊന്നു മോണില്ലേ, ഒരു 1.5 മണിക്കൂർ സമയം ചേട്ടായിക്കാടാ. 1/2 മണിക്കൂർ മാക്സിമം. അത് കഴിഞ്ഞാൽ പറ്റൂല. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല. മതി, അത് മതി. എന്തായി? അവര് വിളിച്ചിരുന്നു. അവർ 10 മിനിറ്റുള്ളിൽ റീച്ച് ആവും. അവരൊന്ന് സാധനം കളക്ട് ചെയ്താ ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടാവൂട്ടോ. ഇവിടെ ആകെ സീന അമിട്ട് പൊട്ടിമാരിയ ഗ്ലാഡുവിന്റെ അവസ്ഥ. ടെൻഷനായിട്ട് വയ്യ. നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിടവനെ. ഗോഡ്സൺ ഭായി, നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒന്ന് പേടിക്കാണ്ടിരുന്നേ. ഹാപ്പി ആയിട്ടിരുന്നേ. ഹാപ്പി ഹാപ്പി കൊറോണ ട്ടാ. ഹാപ്പി കൊറോണയാ? ഈശോയെ, കുപ്പി കാത്തോളണേ. ആർക്കടി നീ മദ്യം? ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പറക്കുന്ന ഗോഡ്സൺ ഷാജിക്കാനെ പണിതേന് മോന്തനൊക്കെ ഒരു വെട്ടിയില്ലേ, ആ വെട്ടി ആയിട്ടാണ് ഈ ഗോഡ്സൺ. പുള്ളിക്കൊരു അനിയൻ ചെക്കനുണ്ട്, ഒരു വധൂരി ചെക്കൻ. ഇപ്പൊ മദ്യം കിട്ടാൻ സിക്കായിരിക്കുക. ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ. ടീമേ, ഇതാണ് ഗോഡ്സൺ ഭായി. ഇത് വേറെ ഏതോ വാണാണ്. അവന്റെ കളറും മുടി ഊളത്തടിയും കണ്ടറിഞ്ഞൂടെ. ഈ ഗോഡ്സൺ ഭായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാ. നൈസ് ടു മീറ്റ് യു. സെയിം ടു യു. നിയാസെ, കുപ്പി എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് എടുത്തത് നമ്മുടെ ഭായ. നമ്മളും അതെ. നമ്മളറിയണ്ട. ഇവിടെ അപ്പൊ ഓക്കെ എന്നാ ശരി. ആര് സ്റ്റിക്കർ അടിച്ചേ? ഞാൻ. എന്തി? എഡ്യൂക്കേഷൻ ഒട്ടൂലല്ലേ? എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ. പോലീസ് വിളിക്കൂട്ടാ. ഹാപ്പി കൊറോണ. ഹാപ്പി കൊറോണ. മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഇറങ്ങിയേക്ക. ശരിയല്ലേ? ഏറെക്കുറെ ചെയ്യാനുള്ളത് ഞാനാരും പഠിപ്പിക്കാറില്ല ചെയ്യുന്നു. അവന്റെ ഒരു മെഡിക്കല് പൊളിക്ക് ഞാൻ ഹലോ സാറേ, ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു നടക്കുന്ന സ്ഥലം? അവിടെ ഒരു ഒമ്നിയില് മദ്യം കിടത്തുന്നു സാറേ. വണ്ടി നമ്പർ 5170. വൈറ്റ് ഓക്കെ, ഞാൻ വരാം. ഓഫീസേഴ്സ്, അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും പൊക്കും. പന്നിറച്ചൂട്ടിന് പൊള്ളി വിളിക്കാനുള്ള വാട്സപ്പ് എന്തായാലും ഹാപ്പിയോ. എനിക്കത് മതി. വാട്സപ്പായിട്ട് ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി. പേടിക്കണ്ട, കൊറോണയല്ല, അലർജിയാ. എനിക്ക് ഉമ്മാരെ കാണുന്ന തന്നെ അലർജിയാ സാറേ. കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ. എന്താ ഈ കുപ്പി ഇട്ടിരുന്ന? ബൈ കുപ്പിട്ടി ബൈ. പക്ഷേ എക്സസൈസ് കണ്ടിട്ട് ബാക്കിലുണ്ടല്ലോ ബൈ. എടാ, ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ. എനിക്ക് അവനെ വേണമെന്ന്. സാറേ, ഇത് പഴയ വണ്ടിയില്ലേ സാറേ, 80 മോഡൽ. എന്താ സാബു? കുഴിയാണ് സാർ. കുഴി? എന്റെ സാബു ഫാസ്റ്റായിട്ട് ഇവിടെ അവനെ പിടിക്കേ. വിടാം സാർ.
അവരെന്നെ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തി പോയി. സാർ പിടിക്കണം. അത്യാവശ്യമായിട്ട് ഒരു മനുഷ്യനെ സത്യൻ സാറേ, സത്യജിത്ത് സാറേ, ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച് ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. ശിവമോനെ, ഇവനെ ഞാൻ കൊണ്ടുപോവാ. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കയറ്റോ. അതെ മലർക്കെ തുറക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ അതെ, ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും. താൻ അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കൊണ്ട ഗേറ്റ് വെക്കേ. ആ പിന്നെ സാബു, പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. വണ്ടി എടുക്ക. എടാ കുപ്പിയാ കൊപ്പറകളെത്തിണ്ടാ, ഒരു 5-10 മിനിറ്റാ. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ പേടിക്കണ്ട, സീനൊന്നുമില്ല. പിന്നെ നീ വല്ലതും കഴിച്ചോ? സ്നേഹം കൊണ്ട് ചോദിക്കണം സാറേ. അപ്പൊ നീ കോട്സിന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ, കോട്സൻ എന്റെ സ്വന്തം ആളല്ലേ? ആണോ? എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു കോട്സൻ. ആണോ? അന്ന് മുതലുള്ള പരിചയമായി കോട്സനുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിനെ ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ, അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ? സതീശ, ദുർബലിനൊരു കരിക്ക് ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? സതീശ, തണുത്തതേ. തണുത്തത് സാറിന് വേണ്ടേ? എനിക്ക് വേണം. ആദ്യം മോനെ. വെരി ഗുഡ് സാർ. ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനെ അകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ? എന്നാ ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ, പോയിക്കോളൂ. പോട്ടെ സാർ. സാർ പൊസിഷൻ ഓക്കെ അല്ലേ? ഗുഡ് ബോയ്. ആ അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേ. സാറേ N95 ഉണ്ടാവോ? മാസ്ക് ഓക്കെ? ഓക്കെ. സതീശ തുടങ്ങിക്കോ. സമയം കളയണ്ട. ദുർബലിന്റെ കരച്ചിലല്ലത്. എഴുതാൻ പോലും സതീശ, കരിക്ക് മിസ് ചെയ്യല്ലേ? കറക്റ്റ് മുതലെടുത്ത്. അത് തന്നെ. ഇതാരെ ഗോഡ്സണോ? നിനക്കിപ്പോ കള്ള് കച്ചവടോ അല്ലേ? അല്ല സാറേ, ആ 10 ഉപ്പിങ്ങനെ തന്നേക്ക് സാറേ. അനിയഞ്ചക്കനെ ഒരിത്തിരി സീനായിട്ട് ഇരിക്കണേ. അനിയനെന്താ സീൻ? അവനും മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവനും വേണ്ടി കൊടുന്നതാ സാറേ. ചുമ്മാ കഥ വിട് ഗോഡ്സാ. നിനക്കിപ്പം മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് ഞാൻ സ്ഥലത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തെ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ പൊക്കും ഗോഡ്സാ. പൊക്കിയിട്ടേ പഴയ കണക്ക് അടക്കം ഞാൻ തീർക്കും. ഗോഡ്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല. അങ്ങോട്ട് രൂപ 3000 എണ്ണി കൊടുത്തത്. അതിന് ആർക്കൊന്നും അറിയണ്ടല്ലോ. ഞങ്ങളും എന്റെ പൈസയില് അങ്ങനെയൊക്കെ ആയോ സോമിയ? ഒരു തുള്ളി കള്ളൂട്ടിട്ട് എത്ര ദിവസം അറിയോ നിനക്ക്? നീ ഒന്ന് അടങ്ങ് സോമിയ. എന്നാ ഞാൻ ഒരു പാട്ട് പാട്ടെ. ആ പാട്. ഹേയ്, കുതിരയ്ക്ക് കുളമ്പടി, കഴുതയ്ക്ക് പുറത്തടി, നടക്കാൻ നിധി. അതിൽ നമ്മുടെ പാട്ടൊന്നും ഓർക്കുന്നില്ല. കുറച്ച് കറിയാണെന്താ സാധനം വന്ന വഴി കണ്ട.
വേഗം ഒന്ന് ഒഴിക്കണ കപ്പ. ചാവ് കൊണ്ടാറോ അവിടെ ഇരിക്കും സാറേ കൂടുതൽ ആൾക്കാർ. മുരിയുടെ ഭാഗത്താ സാറേ എല്ലാം സെറ്റാണേ. ശരിയായി. ഞാൻ സാറിനെ വിളിച്ചോട്ടെ? ഓ വിളിച്ചോ. ഓക്കെ. അതെ, നാളെ രാവിലെ 10 മണി. 10 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഓ ശരി. സാർ, സാറിന്ന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തൽ തുടങ്ങായിരുന്നു. എവിടെ? അവിടെ. അയ്യോ, ഷിബു, എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം. കോവിഡ് പ്രോട്ടോക്കോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാവരെയും പിടിച്ച് ഷിബാകത്തുണ്ട് സാർ. കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും. വരൂ സാർ. നാളികേരം ഉടക്കണ്ടേ? തേങ്ങയില്ല സാർ. തേങ്ങ ഇല്ലേ? എടുക്കാൻ മറന്നതാ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിതം. ഇത് ഞെക്കിയിട്ട് ഇവിടെ ഈ കുറ്റിയോ? ആ കുറ്റി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അയ്യോ, ഷെയ്ക്കിന്റെ കൊറോണ സാനിറ്റൈസർ. മോനെ, പാടത്തേക്ക് പറപ്പിച്ച് വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനും എനിക്ക് വേണം. ഓക്കെ? ശരി സാർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്? സൈക്കിൾ നിർക്കണ്ടേ? അവനെനിക്ക് വേണം. വേറെ ആര് കിട്ടിയില്ലെങ്കിലും അവനെവിടെ വേണം. എന്ത് മോശമായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം. ക്യാമറ തിരിക്ക്. സാറേ, ഒന്നുമില്ല മോനെ, ഒന്നുമില്ല.